നല്ല ഹൈയിൽ വരുന്ന ഹൈ ക്യാച്ചസും നല്ല ഫാസ്റ്റിൽ വരുന്ന ഫ്ലാറ്റ് ക്യാച്ചസും എടുക്കുമ്പോൾ കൈ ഇഞ്ചുറി ആകും എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ക്യാച്ചസ് എടുക്കാനുള്ള കഴിവുണ്ടെങ്കിലും കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിനോടുള്ള ഫിയർ ആണ്. ബോളിനോടുള്ള ഫിയർ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ക്യാച്ചസ് എടുക്കണം. ഡെയിലി നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്, അതിപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് അതിനെ മാറ്റിയെടുക്കാനുള്ള വഴി. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എവറി ഡേ നിങ്ങൾ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ എവറി ഡേ ഫീൽഡിങ് ചെയ്യാനായിട്ട് നോക്കുക. എവറി ഡേ ഒരു 15 or 20 മിനിറ്റ്സ് നിങ്ങൾ ഫീൽഡിങ് ഫസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവറി ഡേ ചെയ്ത് ഫീൽഡിങ്ങിലുള്ള ഫിയർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഫീൽഡിങ്ങിൽ ഫിയർ വരാനുള്ള മെയിൻ റീസൺ, അവർ മുമ്പ് ഫീൽഡ് ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് ഫീൽഡിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ക്യാച്ചസ് എടുക്കുമ്പോഴായാലും വരുന്ന ഇഞ്ചുറീസ് കാരണമാണ്. അവരുടെ മൈൻഡിൽ ഇത് കിടന്നിട്ട് ഇവർ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും ട്രൈ ചെയ്യുക. ആ സമയത്ത് ഇവർക്ക് ആ ഫിയർ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, വൺസ് നിങ്ങൾക്ക് മുമ്പ് ഒരു ഇഞ്ചുറി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ഹൈ ക്യാച്ചസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ക്യാച്ച് എടുക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫിയർ മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന സെഷൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പയ്യെ ഗ്രാജുവലി വീണ്ടും ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്ലോ ക്യാച്ചസ് അടിച്ച് ചെറിയ ഹൈറ്റിലുള്ള ക്യാച്ചസ് അടിച്ച് എടുത്ത് കോൺഫിഡൻ്റായി വരുന്നതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാച്ചസിൻ്റെ ഹൈറ്റ് കൂട്ടുക അല്ലെങ്കിൽ ബോളിൻ്റെ സ്പീഡ് കൂട്ടുക. ഇങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഫിയർ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റിൽ എന്തും ഫിയർലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾ വിശ്വസിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. സോ അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ബൈ.